നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് സമ്പൂർണ്ണ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനാലാണ് ഇത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനാൽ ഇന്ന് ഈ ജില്ലകളിൽ പൊതു അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലെയും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. കൂടാതെ വേതനത്തോടുകൂടി ജീവനക്കാർക്ക് ഇന്ന് അവധി നൽകണം എന്ന് വാണിജ്യ സ്ഥാപനങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിസംബർ 11-ന് 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ വ്യാഴാഴ്ചയായിരിക്കും പൊതു അവധി. ഈ ജില്ലകളിലും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം പൊതു അവധിയായിരിക്കും. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലയിലുള്ളവരും എന്നാൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലയിൽ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക അവധി അനുവദിക്കാനും ഉത്തരവുണ്ട്. കാഷ്വൽ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ആർജിത അവധി എന്നിവ ഒഴികെ സ്പാർക്കിൽ ലഭ്യമായ മറ്റേതെങ്കിലും തരം പ്രത്യേക അവധി ഇവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന രേഖയാണ് ആധാർ. ഇന്ത്യയിലെ പൗരനാണെന്നതിൻ്റെ തെളിവ് മുതൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആവശ്യമായി വരുന്ന ആധാർ കാർഡിനെ ജീവിതത്തിൽ പലപ്പോഴും നാം കൂടെ കൊണ്ടു നടക്കാറുണ്ട്. ഇപ്പോഴത്തെ ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO വെളിപ്പെടുത്തൽ പ്രകാരം മറ്റൊരാളുടെ ആധാർ കാർഡ് ഇനി മുതൽ ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കാനായിട്ട് പാടില്ല. രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായിട്ട് നടപ്പിലാക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ വളരെ വൈകാതെ എല്ലായിടത്തും കൊണ്ടുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹോട്ടലുകൾ പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറിൻ്റെ ഫോട്ടോ കോപ്പി മിക്കയിടങ്ങളിലും ആവശ്യപ്പെടാറുണ്ട്. ഇത് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുടെ സുരക്ഷിതത്വത്തെയാണ് ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന് ഭയക്കുന്ന ആളുകളും ധാരാളമാണ്. അത് ഇല്ലാതാക്കുന്നതിനായാണ് പുതിയ നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അതിൽ അനർഹർ കൈപ്പറ്റിയതിൽ 416 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ തന്നെ ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളിലാണ് രാജ്യവ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തുക തിരിച്ചു പിടിക്കാനായിട്ട് സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായിട്ട് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളുമൊക്കെ ഉൾപ്പെടെ സംസ്ഥാനത്ത് അനവധി ആളുകൾ അനധികൃതമായിട്ട് ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നു. ഇത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3200 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 1600 രൂപ വീതം 2 ഗഡുക്കൾ. ഇനി അതിൻ്റെ 3-ാമത്തെ ഗഡു വിതരണം അത് ഡിസംബർ മാസം 15-ാം തീയതിയോടെയാണ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് 4800 രൂപയോളം ഈ മാസം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനിയും നിരവധി മാസങ്ങളുടെ കുടിശ്ശികയുണ്ട്. അതും വളരെ വൈകാതെ തന്നെ നൽകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേക വായ്പ ഇതിനു വേണ്ടിയിട്ട് എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഏത് സമയത്താണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും 3 ഗഡുക്കൾ ഈ ഒരു ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ച് ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകൾ, മറ്റ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ, ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ എന്നീ വിഭാഗങ്ങളിലൊക്കെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കുമുള്ള 2000 രൂപയുടെ വിതരണം അതും ഡിസംബർ മാസം 15-ാം തീയതി മുതലാണ്, തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 25-ാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തീകരിക്കുന്ന രീതിയിലായിരിക്കും ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലേക്കും 63 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ 2000 രൂപ വിതരണം ഉണ്ടാവുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച ഡിസംബർ 8-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കൂടി 11,955 രൂപയിലും പവന് 200 രൂപ കൂടി 95,640 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും
നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.